എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഒരു സിനിമ ഇന്ന് വിനയൻ എൻ്റർടൈൻമെൻ്റ് എന്നുള്ള യൂട്യൂബ് ചാനൽ വഴിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറയാനാണ് ഞാനിപ്പോൾ എത്തിയത്. നിങ്ങൾക്കറിയാം, ഏതാണ്ട് 14 വർഷം മുമ്പ് 2012 ഞാൻ ചെയ്ത സിനിമയാണ് ഡ്രാക്കുള 2012. അന്ന് എനിക്കെതിരെ നമ്മുടെ സിനിമാ സംഘടനകളെല്ലാം ഭയങ്കര വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന സമയമാണ്. അനങ്ങാൻ എനിക്ക് പറ്റാത്ത കാലഘട്ടം. 2008 മുതലായിരുന്നു ആ വിലക്ക്. ഞാൻ 2010 ലക്ഷ്യം ഞാനും ചെയ്തു. അത് ഭയങ്കര വിലക്കിന് നേരിട്ടുണ്ടായിരുന്നു. ഈ ഡ്രാക്കുള ചെയ്യുന്ന സമയത്തും അത് തുടർന്നു. ഓരോ ടെക്നീഷ്യനെയും ക്യാമറയോ അല്ലെങ്കിൽ നടീനടന്മാരെയോ ഒന്നും തരത്തില്ല എന്ന് ഭയങ്കര വാശി സംഘടനകൾ പിടിച്ചു. ഞാനും വാശിയിലായിരുന്നു. നിങ്ങൾക്ക് വേണേൽ എന്നെ കൊല്ലാം, പക്ഷെ തോൽക്കില്ല എന്ന വാശി ഞാനും നിന്നു. അങ്ങനെ ഒരു ഡിഫറൻറ്റിനായിട്ട് നമ്മൾ ഈ ബ്രാം സ്റ്റോക്കറിന്റെ നോവൽ ഡ്രാക്കുള 3D എടുത്താൽ എന്താ എന്നാണ് ചിന്തിച്ചത്. റിഗിൽ ചെയ്യാൻ പറ്റിയില്ല. അത് ഡിജിറ്റൽ 3D ക്യാമറയിലാണ് ചെയ്തത്. പക്ഷെ നല്ല 3D എഫക്റ്റ് ആയിരുന്നു. റൊമാനിയിൽ പോയി ഷൂട്ട് ചെയ്തു. ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പ്രൊഡ്യൂസേഴ്സിനെ കിട്ടിയെന്നില്ല. അന്നിപ്പോൾ ഏത് പ്രൊഡ്യൂസർ വന്നാലും വിനയൻ്റെ കൂടെ സംഘടനയൊന്നുമില്ല, ഇത് റിലീസാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അന്ന് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അതിനെതിരെയാണല്ലോ ഞാൻ സുപ്രീം കോടതി വരെ പോയതും ഈ അണ്ണന്മാർക്കെല്ലാം ഫൈൻ അടിച്ചതും. എല്ലാവർക്കും അതിൻ്റെ ശിക്ഷ കിട്ടി. സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയതാണ്, ആലോചിക്കണം നിങ്ങൾ. അതിനുശേഷമാണല്ലോ ഞാൻ 19 നൂറ്റാണ്ടൊക്കെ എടുത്ത് ഇപ്പം പുതിയ സിനിമകൾ എടുക്കാനായിട്ട് ഞാൻ നിൽക്കുന്നത്. അന്ന് ഒരു നടീനടന്മാരെയും തരില്ല എന്ന് വാശി പിടിച്ചു. അതുകൊണ്ട് തന്നെ പുതുമുഖ നായികയൊക്കെയാണ് ഇട്ടത്. ഡ്രാക്കുളയായിട്ട് അഭിനയിച്ച സുധീർ അന്ന് വലിയ പ്രശസ്തനൊന്നുമില്ലായിരുന്നു. അദ്ദേഹം പിന്നെ ഡ്രാക്കുള സുധീർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ആ ചിത്രം സെൻസർ കഴിഞ്ഞപ്പോൾ തിയേറ്റർ തരില്ല എന്നായി. അപ്പോൾ തിയേറ്ററുകാർ സിനിമ കണ്ടപ്പോൾ അവർ തിയേറ്ററിൽ കളിക്കുമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് യക്ഷിഞ്ഞാനും കാശ് കിട്ടിയ പടം തന്നെ ആയിരുന്നു. ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വിനയൻ്റെ ഒരു ഹൊറർ പടം എന്നുള്ള നിലയിൽ ചിലപ്പം ഇതിനൊരു ഓഡിയൻസ് കിട്ടുമെന്ന് വെച്ചിട്ടായിരിക്കും അവർ കളിച്ചു. പക്ഷെ 50 ദിവസം തിയേറ്ററിൽ ഓടി. അത് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ ബിസിനസ് ഒക്കെ ആകുന്ന സമയത്ത്, സാറ്റലൈറ്റിലോട്ടൊക്കെ പോകുന്ന സമയത്ത് വീണ്ടും അടക്കായി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രമുഖ ചാനൽ മലയാളത്തിലെ, അവരുമായിട്ട് ഞാൻ സംസാരിച്ച് എഗ്രിമെന്റ് ഒപ്പിടുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ് എന്നെ വിളിച്ച് അവിടുന്ന് പറഞ്ഞു, ക്ഷമിക്കണം പിന്നെ ചേട്ടാ, ചെറിയ പ്രോബ്ലം ഉണ്ട്, സംഘടനകളൊക്കെ ഇടപെട്ടിരിക്കുന്നു, അതിൻ്റെ സംഘടനകളിൽ വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അങ്ങനെയൊക്കെ ഇടപെട്ടു, അതൊന്നും മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോഴെനിക്കറിയാം പ്രശ്നമായെന്നുള്ളത്. അങ്ങനെ അതിൻ്റെ സാറ്റലൈറ്റ് കച്ചവടം നടന്നില്ല. ഞാനിപ്പോൾ ആലോചിച്ചു, ആ സാറ്റലൈറ്റ് കച്ചവടം നടക്കാത്തതുകൊണ്ട് എൻ്റെ ആകാശ് ഫിലിംസിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ ഞാനിപ്പം അത് റിലീസ് ചെയ്യാണ്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ആദ്യ ഭാഗം, 3 ഭാഗമായിട്ടായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. ഡ്രാക്കുള വരുന്നുണ്ട്, നിങ്ങൾ കാണണം. നന്ദി, നമസ്കാരം. എല്ലാവരും ഉറങ്ങിക്കോ. വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ യജമാനൻ, എല്ലാം മാസ്റ്റർ. Well, I hope you can recognize me. എത്തിക്കഴിഞ്ഞു. രാത്രിയുടെ 3-ാം യാമത്തിൽ എല്ലാ പ്രേതാത്മാക്കളും ഉണർന്നെഴുന്നേൽക്കണം. അവൻ അകമ്പടി സേവിക്കണം. ഡോക്ടർ, the king of darkness, come!